കുടുംബശ്രീ സാമ്പത്തികാരോപണം ബി.ജെ.പി. ധർണ നടത്തി മൗനം തുടർന്ന് എൽ.ഡി.എഫ്. നന്മ കമ്മ്യൂണിക്കേഷൻ ബ്രാൻഡഡ് സ്മാർട്ട് ഫോൺ, ലാൻഡ് ഫോൺ, ലാപ്ടോപ്പ്, ടിവികൾ, വമ്പിച്ച ലോൺ മേളയും സമ്മാനങ്ങളും എക്സ്ചേഞ്ച് ഓഫറുകളും. നന്മ കമ്മ്യൂണിക്കേഷൻ, ശ്രീകാലേശ്വരിക്ക് മുൻവശവും വടക്കേനടയിലും. കൊടുങ്ങല്ലൂർ നഗരസഭ കുടുംബശ്രീ CDS നമ്പർ 1 ജില്ലാ മിഷൻ നടത്തിയ ഓഡിറ്റിംഗിൽ ഗുരുതര സാമ്പത്തിക ക്രമക്കേടുകൾ കണ്ടെത്തിയതായി സൂചനയുണ്ടെന്നാരോപിച്ച് ബി.ജെ.പി. മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ CDS നമ്പർ 1 ഓഫീസ് ഉപരോധിച്ചു. മുറ്റത്തെ മുല്ല പദ്ധതി, വനിതാ വികസന സംരംഭക ലോൺ, പിന്നോക്ക വികസന കോർപ്പറേഷൻ ലോൺ, NUML ലോൺ, CEF ലോൺ തുടങ്ങി വിവിധ വായ്പാ പദ്ധതികളിൽ വ്യാപക ക്രമക്കേടുകൾ നടന്നതായി ബി.ജെ.പി. ആരോപിച്ചു. കൂടാതെ കുടുംബശ്രീ ഭരണസമിതി എടുത്ത വായ്പകൾ നഗരസഭ കുടുംബശ്രീയുടെ തനത് ഫണ്ടിൽ നിന്ന് ബാങ്കിൽ അടച്ചു തീർത്ത് ലക്ഷക്കണക്കിന് രൂപയുടെ സാമ്പത്തിക അഴിമതി നടത്തിയെന്നും സമഗ്ര അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും ബി.ജെ.പി. ആവശ്യപ്പെട്ടു. ധർണ ബി.ജെ.പി. ജില്ലാ ട്രഷറർ KR വിദ്യാസാഗർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം വൈസ് പ്രസിഡന്റ് KA സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് TS സജീവൻ, ഏരിയ പ്രസിഡന്റുമാരായ ഉദയൻ, അജിത് ബാബു, സുരേഷ് KS എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. അതേസമയം ബി.ജെ.പി. ആരോപിച്ച വിഷയത്തിൽ LDF മറുപടി പറയാതെ മൗനം തുടരുകയാണ്. കേരളത്തിൽ LDFന്റെ ഭരണം 10 വർഷം പിണറായി വിജയന്റെ തണലിൽ CPMന്റെ ആളുകൾ നഗരസഭയായാലും സർവീസ് സഹകരണ ബാങ്കുകളായാലും പൊതുമേഖലാ സ്ഥാപനങ്ങൾ എല്ലാം തന്നെ ഭരണത്തിൽ ഇരുന്നുകൊണ്ട് അധികാരം കൈപ്പറ്റിക്കൊണ്ട് ആ പൊതുമേഖലാ സ്ഥാപനങ്ങൾ തകർക്കുന്ന ഒരവസ്ഥയായിരുന്നു കഴിഞ്ഞ 10 വർഷക്കാലം. ഈ കൊടുങ്ങല്ലൂർ നഗരസഭയിൽ CDS നമ്പർ 1 ചെയർപേഴ്സണായിരുന്ന, ഇപ്പോൾ നഗരസഭയിൽ കൗൺസിലറായിരിക്കുന്ന ശ്രീദേവി തിലകൻ എന്ന് പേരായ ഒരു സ്ത്രീ CDS ചെയർപേഴ്സൺ എന്ന പദവി, ആ ഒരു പദവിയിൽ ഇരുന്നുകൊണ്ട് ഈ നഗരസഭയിലെ പാവപ്പെട്ടവരുടെ പേരിൽ ലോൺ എടുക്കുകയും അവരുടെ കുടുംബത്തിൽ തന്നെ 2 മക്കളുടെ പേരിലും അവരുടെ ഭർത്താവിന്റെ പേരിൽ പോലും ഈ CDS ഇരുന്നുകൊണ്ട് നഗരസഭയെ പറ്റിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ നഗരസഭയിലെ പാവപ്പെട്ട തൊഴിലാളികളായാലും സാധാരണക്കാരായാലും അവരുടെ എല്ലാം ഗ്രൂപ്പ് ലോണുകൾ ഈ CDS വഴി എടുക്കാറുണ്ട്. പക്ഷെ എല്ലാവരും പൈസ തിരിച്ചടക്കുന്നുണ്ട്. ആ തിരിച്ചടക്കുന്ന പണം ഇവർ ബാങ്കുകളിൽ അടക്കാതെ ആ തിരിച്ചടക്കുന്ന പണം ഇവർ കയ്യിൽ വെച്ചുകൊണ്ട് ഇവരുടെ തോന്നിയവാസങ്ങൾ നടത്തിയത് കൊണ്ടാണ് ഇന്ന് ഈ നഗരസഭയിൽ ഇത്തരത്തിലുള്ള ഒരു അഴിമതി വിജിലൻസിന്റെ ഓഡിറ്റിന്റെ അന്വേഷണത്തിൽ കണ്ടുപിടിച്ചത്.